ദൈവത്തിന് മഹത്വം. ഈ പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്ക് അല്പമായി ഇന്ന് ചിന്തിക്കുവാനുള്ളത് ബൈബിളിനെ എല്ലാ വിശ്വാസത്തിനും അടിസ്ഥാനമാക്കുക. ബൈബിളിനെ എല്ലാ വിശ്വാസത്തിനും അടിസ്ഥാനമാക്കുക. നമുക്കൊരു വാക്യം വായിച്ച് തുടങ്ങാം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. റോമർ 15:4 മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാക്കുന്നതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഒരു മനോഹരമായ ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുവാനായി അപ്പോസ്തലനായ പൗലോസ് തന്നിരിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ വിശ്വാസത്താൽ ആയിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്ന് വെച്ചാൽ എല്ലാം ദൈവവിശ്വാസത്തിലല്ല പോകുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഉപദേശകന്മാർ റബി എന്നാണ് വിളിച്ചിരുന്നത്. അതായത് യഹൂദ ഗുരുക്കന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അവർ പാരമ്പര്യ ചിന്തകളും മാനുഷിക സിദ്ധാന്തങ്ങളും ഊഹാപോഹങ്ങളും ആണ് ആശ്രയിച്ചിരുന്നത്. അവർ മാനുഷികമായ ചിന്തകൾ ഊഹാപോഹങ്ങളൊക്കെയും എവിടെ ചേർത്തു? അവർ തിരുവചനത്തോടു കൂടി ചേർത്ത് പഠിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് സത്യത്തിൽ നിന്നും ഒരു പക്ഷേ അന്നത്തെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. യഥാർത്ഥ സത്യം ഏതാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു രണ്ട് ചിന്ത വന്നു. എന്നാൽ കർത്താവിൻ്റെ വരവോടുകൂടി, കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനത്തോടു കൂടി അതിനെല്ലാം മാറ്റിമറിക്കുകയുണ്ടായി. കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചത്. എല്ലാ തിരുവചന അടിസ്ഥാനമാക്കിയാണ് സംസാരിച്ചത്. ഈ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാലത്തും ഇപ്രകാരമുള്ള ആൾക്കാർ ഉണ്ട്. അതായത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ഊഹാമോഹങ്ങളിൽ കൂടി ദൈവവചനം സംസാരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഒരുപക്ഷെ രണ്ട് സഭകളെ പറ്റി നമ്മൾ കേൾക്കുവാനുണ്ട്. പുതിയ നിയമസഭയെന്നും പഴയ നിയമസഭയെന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു സഭയുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇല്ല. അതായത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുമ്പോൾ എങ്കിൽ രണ്ട് മണവാട്ടിയാകും ചേർക്കേണ്ടി വന്നത്. അതുകൊണ്ട് അങ്ങനെ സഭയില്ല. കർത്താവ് ഒരു ദൈവം ഒരു സഭ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് ഏദനിൽ തുടങ്ങിയ ആ സഭ തന്നെയാണ്. എന്നാൽ ഇന്ന് ലോകമോ അവരുടെ ഊഹാമോഹങ്ങളും വെച്ച് മറ്റ് ചിന്തകൾ കൂടി ചിന്തിച്ച് രണ്ട് സഭകളെ കാണിക്കുന്നു. മാത്രമല്ല അവിടെ നമുക്ക് നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവൻ്റെ 19-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ചെയ്തതുപോലെയൊക്കെയും അഥവാ ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണമെന്ന അടിസ്ഥാനപരമിട്ട് പറയുമ്പോൾ ഇവിടുത്തെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികൾ എന്ന പേരെടുക്കുന്ന അവരെന്താ ചെയ്യുന്നത്? അവരുടേതായ ചിന്തകളും അവരുടെ ഊഹാമോഹങ്ങളിൽ കൂടിയാണ് എന്ത് ചെയ്യണം ഈ വാക്യങ്ങളൊക്കെയും കൊണ്ടുപോകുന്നത്. കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് ഒരു മാതൃകയായി നമുക്ക് ലോകത്തെല്ലാം കാണിച്ചു തന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? യോർദാൻ ആറ്റിൽ ഇറങ്ങി മുങ്ങി സ്നാനം ചെയ്തതായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്രകാരം നമ്മൾ ഒരു സ്നാനം ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യണം? അത് മുങ്ങി തന്നെയാണ് ചെയ്യണത്. അല്ലാതെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നോട് പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് പള്ളിയിൽ പോയെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? പള്ളിയിൽ പോകണം. ഇവിടെ വളരെ വ്യക്തമായി വചനം പറയുന്നു കർത്താവ് എന്നാണ് പള്ളിയിൽ പോയെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പോകുമ്പോൾ അവൻ പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസമോ 2 ദിവസമോ പോയെന്നല്ല, പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയെന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകം അവരുടെ ഊഹാപോഹങ്ങൾ വെച്ച് പറയുന്നത് എന്താണ്? അവൻ ശബത്തിലല്ല പള്ളിയിൽ പോയത്, അതെന്ത് ചെയ്തു? പുതിയ നിയമത്തിൽ വന്നപ്പോൾ മാറിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം, ഇത്തരക്കാരുടെ ഇടയിൽ ഇന്ന് ആകെ ഒരു ചിന്താകുലരായാണ് ഓരോ ക്രൈസ്തവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അടിസ്ഥാനമിടേണ്ട ഒന്നിൽ മാത്രമാണ്. ഏതാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമാണ് നമ്മൾ വേരൂന്നേണ്ടത്. മറ്റുള്ള ഊഹാപോഹങ്ങളോ ഒരു ചിന്തയിലോ നമ്മൾ പോകാൻ പാടില്ല. മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇവിടെ വേറൊരു കൂട്ടർ പറയുന്നത് പഴയ നിയമത്തിലുള്ളതൊന്നും നമുക്ക് വേണ്ട, അത് നമുക്ക് ഇനി അനുസരിക്കേണ്ട ആവശ്യമില്ല, അത് പഴയ കാലത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ യഹൂദനുള്ള എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നു. നമുക്കിന്ന് പുതിയ നിയമ കാലത്തുള്ളത് മാത്രം മതി. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതെന്നാണ്
ഒരു കൂട്ടർ പറയുന്നത് അത് അവരുടെ ഊഹാപോഹം മാത്രമാണെന്ന് അടിവരയിട്ട് പറയാം. കാരണം ദൈവവചനം അപ്രകാരമല്ല പറയുന്നത്. ഈ ചിന്ത അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും പല ശിഷ്യന്മാർക്കും ഉണ്ടായി. അതിന് കർത്താവ് തൻ്റെ നാവാൽ തന്നെ പറയുന്നത് ആ ഒരു വാക്യം നമുക്ക് ചിന്തിച്ചു പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44. ലൂക്കോസ് 24:44 ഏറ്റവും അവസാനമായ ആ വാക്യമാണ്. അത് ഇവിടെ പറയുന്നത്, പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. ആ വാക്ക് എന്തെന്ന് അതിൻ്റെ താഴെ വായിക്കാം. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് ഒക്കെ എഴുതിയിരിക്കുന്നു. അവിടെ നോക്കണേ, കർത്താവ് തന്നെ നാവാൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമം, അതായത് മോശയുടെ 5 പുസ്തകങ്ങളിലും അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി തന്നെ യേശു പറയുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ ചിലർ അവർ ഊഹാപോഹം വെച്ച് പറയുന്നത് എന്താണ്? അത് മാറിപ്പോയി, നമുക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, ഒരു വ്യക്തികളോട് ചോദിച്ചാൽ, ഇത്തരക്കാരോട് ചോദിച്ചാൽ എത്ര പുസ്തകങ്ങൾ ബൈബിളിലുണ്ടെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി പറയും 66 പുസ്തകങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ എന്നിട്ട് അവരെന്ത് പറയണ, ഈ പഴയ 39 പുസ്തകം വേണ്ട, ഈ പുതിയ നിയമത്തിലുള്ള 27 മാത്രം മതി എന്നാണ് പറയുന്നത്. അതല്ല, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം, നമ്മളെന്താണ് ബൈബിളിൻ്റെ എല്ലാ വിശ്വാസത്തിലും അടിസ്ഥാനമാക്കുക. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം മറ്റൊരു പുസ്തകവുമല്ല, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രം നമ്മൾ വേരൂന്നണം. വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു അതിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ വേരൂന്നത്. അല്ലെങ്കിൽ ഇന്നയാൾ അവിടെ കണ്ട് കേട്ടു, ഒരു കേൾവിയും ഇവിടെ ഇല്ല. ഇവിടെ എന്താണ്? ദൈവം തന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ഒരിക്കലും നമുക്ക് മാറ്റുവാനോ മറിക്കുവാനോ പാടില്ല, അങ്ങനെ ചെയ്യുവാനും പാടില്ല. ഇവിടെ ഒന്നും മാറിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 പറയുന്നു, ഒരു വള്ളിയോ പുള്ളിയെങ്കിലും എന്ത് ചെയ്യുന്നില്ല, മാറിയിട്ടില്ല. അത് മാറ്റുവാനും സാധിക്കില്ല. അത് ദൈവ കർത്താവായ യേശു ക്രിസ്തു വന്ന് അതെല്ലാം നിവൃത്തിയാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളൊന്നും ലോകത്തില്ല, ഈ തിരുവെഴുത്തുകളെ ഒന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വളരെ നിങ്ങൾ വിലപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾ അത് വേണം. എന്താണ്? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. കാരണം ഇപ്രകാരമുള്ള ഊഹാപോഹങ്ങൾ വെച്ച് പലരും നിങ്ങളെ സമീപിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങളെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നിൽക്കുകയും ആ വചനത്തിൽ കീഴിൽ തന്നെ ആരാധിക്കുകയും അത് അനുസരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ മറ്റൊരാൾ പറയും പോലെ ഒരു ഊഹാപോഹത്തിൽ കൂടിയൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സത്യവചനം എന്താണ് പറയുന്നത് അത് അടിസ്ഥാനത്തിൽ മാത്രം പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വചനത്തിൻ്റെ നമ്മളെ ബൈബിളിൻ്റെ മുൻവശത്ത് ഇരിക്കുന്ന അത് സത്യവേദ പുസ്തകം എന്നാണ്. ആ സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യവേദ പുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും ദൈവം നമ്മളെ കൂടെ ഒപ്പമായിരിക്കും. അല്ലാതെ മറ്റുള്ള ഊഹാപോഹങ്ങളിൽ നിന്നും അകപ്പെടാതെ നമ്മളെന്താണ് തെറ്റിപ്പോകാതിരിക്കുക, നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ വചനത്തെ അടിസ്ഥാന കീഴിൽ നമുക്ക് മുന്നേറാം. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവകൃപാലുവായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു കർത്താവേ. ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ പോലെ കർത്താവേ, ഈ ലോകത്ത് 2 തരം ചിന്തകളിലുള്ള ആൾക്കാരുണ്ട് കർത്താവേ. സത്യമേത് മിഥ്യേതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അപ്രകാരം അസത്യം ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ജീവിക്കുവാൻ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ ജീവിച്ചപ്പോൾ അപ്രകാരം ഞങ്ങളെ ജീവിക്കുവാനും ആരാധിക്കുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതൊരുവിധ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ദൈവമേ ഞങ്ങളെ തെറ്റിക്കുന്നതായ മറ്റ് സംഭവങ്ങളോ ശ്രദ്ധയോ പോവാതിരിക്കുവാൻ ദൈവമേ അവിടെ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൈവമേ സത്യവചനത്തിന് കീഴിൽ ഞങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഒന്നുകൂടി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.